ബംഗ്ലാദേശികൾ വാസ്തവത്തിൽ അവർക്കൊരു പരിഭ്രമം പോലും ഇല്ല കേട്ടോ. കാരണം ഞാൻ ബംഗ്ലാദേശിയാണെന്ന് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ. അപ്പോൾ സുവേന്ദു അധികാരി റോഡിലാണ് ഇതൊക്കെ അനൗൺസ് ചെയ്യുന്നത്. സുവേന്ദു അധികാരി പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കളാണ്, മനസ്സിലായില്ലേ, പക്ഷേ നിങ്ങൾ മറ്റ് രാജ്യമായി നമ്മൾ പാർട്ടീഷൻ ചെയ്ത് നിങ്ങൾ അപ്പുറത്തെ ആൾക്കാരാണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകണം. അവിടെയുള്ളവർ സമ്മതിച്ചിട്ടുണ്ട് നിങ്ങളെ എടുത്തോളാം. അവരുടെ അതിന് അതോറിറ്റിയുണ്ട്, BGB എന്ന് പറഞ്ഞ് ബംഗ്ലാദേശ് അവർ സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പൗരന്മാരാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വിട്ടോ. ഇതുപോലെ നമ്മുടെ പൗരന്മാർ അവിടെ കുടുങ്ങിയവരുണ്ട്, മനഃപൂർവ്വമല്ല, കുടുങ്ങിപ്പോയവരാണ്. അവരെ ഇങ്ങോട്ട് നമ്മളും എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഭരണം മാറി ഒരു സ്റ്റെബിലിറ്റി വന്നില്ല. ബംഗ്ലാദേശികൾ തിരിച്ചു പോകാനുള്ള മൂന്നാമത്തെ കാരണം അതാണ്. അവരുടെ നാട്ടിലൊരു സ്റ്റെബിലിറ്റി വന്നു. സ്റ്റെബിലിറ്റി ഇല്ലാഞ്ഞിട്ടാണ് ഇവൻ കുഞ്ഞുകുട്ടിപ്പേർ അതിനുവേണ്ടി മനസ്സമാധാനം കിടക്കപ്പുറതിയില്ല. അതുകൊണ്ട് നദിയും കടന്ന് കൈക്കൂലിയും കൊടുത്ത് എങ്ങനെയെങ്കിലും ഇപ്പുറത്ത് കിടക്കാൻ സമാധാനമായിട്ട് തലചായ്ക്കുവാൻ വിചാരിച്ചു വന്നവനാണ്. അവന് ഭാരതത്തിന് പാരവഹിക്കണമെന്നൊന്നും ഇതില്ല, ജീവനും കൊണ്ടുകൂടി വന്നതാണ്. അപ്പോൾ അവൻ തിരിച്ചു പോകാൻ തയ്യാറായി. ഇപ്പോൾ അവിടെ പ്രശ്നമൊന്നുമില്ല, നാട്ടിൽ ഞങ്ങളുടെ നാട്ടിലൊരു കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് പൊക്കോളാം. ശരി, നിന്നെ വിടാമെന്ന്. സുവേന്ദു പറഞ്ഞു, ഞാൻ ഡിറ്റൻഷൻ സെൻറ്ററുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ചിലത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഭക്ഷണം, വസ്ത്രം, മരുന്ന്, ഈ 3 കാര്യം ഞാൻ ഉറപ്പിക്കും. നിങ്ങളുടെ പരിശോധന കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകുന്നവരെ എവിടെയെങ്കിലും കിടക്കണ്ടേ. അപ്പോൾ ഈ 3 കാര്യവും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമ്മളൊക്കെ ബന്ധുക്കളാണ്. ഒളി തിങ്, ഞങ്ങളുടെ രാജ്യത്തും നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തുമാണ് താമസിക്കേണ്ടത്. ഇനി ഇതും കഴിഞ്ഞിട്ട് ഇതിനകത്ത് അൺഓതറൈസ്ഡായിട്ട് കുറച്ച് പേരുണ്ടാകും. അപ്പോൾ അവരെ നമ്മൾ രാത്രിയിൽ, ഇതെല്ലാം പകലാണ് ഇവരെ തിരിച്ചുവിടുന്നത്. അതും സുവേന്ദു പറഞ്ഞു, രാത്രിയിൽ കൈക്കൂലി കൊടുത്ത് ആണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. പകൽ ഒരു കൈക്കൂലിയുമില്ലാതെ നെഞ്ചും വിരിച്ച് നിങ്ങൾക്ക് സ്വന്തം രാജ്യത്തേക്ക് കയറിപ്പോവാം. രാത്രിയിലുള്ള ഏർപ്പാട്, വൈകുന്നേരം 5 മണിക്ക് ഡീപ്പോർട്ടേഷൻ നിർത്തും, പിന്നെ നാളെ രാവിലെ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാ. ആൾ ബംഗ്ലാദേശിയാണ്, പക്ഷേ റെക്കോർഡൊന്നും നേരെ ജോലിയില്ല. അങ്ങനെയുള്ളവരെ ഇന്ത്യയും ബംഗ്ലാദേശും ഉപയോഗിക്കുകയാണ്. രാത്രിയിൽ നിങ്ങൾ കയറ്റി അങ്ങ് വിടുക, അവരെവിടെയും പോയി ജീവിച്ചോളും. വന്ന പോലെ തന്നെ നീ പൊക്കോടാന്ന് പറയുക. രാത്രിയിൽ വന്നവനോട് രാത്രിയിൽ പോകാൻ പറയും. അത് ഈ കരാറിലെങ്ങുമില്ല, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള കരാറിലെങ്ങും അത് റിഫ്ലക്റ്റ് ചെയ്യില്ല. റിഫ്ലക്റ്റ് ചെയ്യാത്ത കുറേ പേര് ഉണ്ടാവും. ഇത് കൂടാതെയുള്ള കോടാലിയാണ് മറ്റവൻ, ആര്, റോഹിംഗ്യ. അത് വേറൊരു ദുരിതം. അവനെ എടുക്കാൻ ബംഗ്ലാദേശിന് മനസ്സില്ല എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് 5 ലക്ഷമോ 10 ലക്ഷമോ മറ്റോ റോഹിംഗ്യ അവിടെ ഓൾറെഡി ഉണ്ട്. ഒറിജിനൽ ബംഗ്ലാദേശിയെ വെല്ലുന്ന ചരക്കാണ് ഈ റോഹിംഗ്യ. ഇവൻ്റെ എണ്ണം കൂടുന്തോറും ബംഗ്ലാദേശിൽ കിടക്കപ്രതി ഇല്ലാതെയാവും. അതുകൊണ്ട് റോഹിംഗ്യയെ ഞങ്ങൾ എടുക്കില്ല. അല്ല, നിങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവനെ എവിടെ കളയാനാണ്? വല്ല തോട്ടിലും കൊണ്ട് കളയിടും. അവൻ ബംഗാൾ ഉൾക്കടലിൽ നിന്നല്ലേ കയറി വന്നത്, അവിടെ തന്നെ കൊണ്ടുപോയി തള്ളിയേക്ക്. നമുക്കങ്ങനെ കടലിൽ തള്ളാൻ പറ്റും ആൾക്കാരെ. ഏതായാലും റോഹിംഗ്യ തൽക്കാലം എടുക്കുന്നത് ബംഗ്ലാദേശ് തന്നെയാണ്. അങ്ങനെ ആ ഒരു ഓപ്പറേഷൻ തുടങ്ങി.